ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കുട്ടികൾക്കും നമ്മുടെ സ്വാതന്ത്ര്യം ട്യൂബിൻ്റെ ഇനി വരാൻ പോകുന്ന അടിപൊളി റിവ്യൂയിലേക്ക് സ്വാഗതം. കേട്ടോ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തേക്കൂ. അങ്ങനെ ആര്യനൊരു ആഗ്രഹം, സ്വന്തമായി ട്രാവൽസ് നടത്തണമെന്ന്. അതിൻ്റെ കാര്യം മിത്രയോട് പറയുകയാണ്. പക്ഷെ അതിനൊന്നും പറ്റില്ല എന്ന് ആര്യൻ പറയണു. മിത്ര ചോദിക്കുക, അതെന്താണ്, അതിനൊക്കെ വലിയ തുക വേണ്ടി വരില്ലേ? മിത്ര ചോദിക്കുക, എത്ര രൂപ വേണ്ടി വരും? ആധാരം ആര്യൻ പറയുന്നുണ്ട്, 10 ലക്ഷം രൂപയോളം വേണം. അതെങ്ങനെ സാധിക്കും നമുക്ക്? അതൊന്നും ആലോചിക്കേണ്ട കാര്യമല്ല എന്ന് ആര്യൻ പറയാം. അപ്പോൾ പറയും മിത്ര അറിയണ്ട്, നമുക്ക് ലോൺ എടുത്താലോ, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. ലോൺ എടുക്കുന്ന കാര്യമൊക്കെ പ്രാബല്യത്തിലാണോ? അതിന് ജാമ്യം വേണം, അത് വേണം, ഇത് വേണം. അതൊന്നും ഈ ചെറിയ ട്രാവൽസ് തുടങ്ങാൻ കിട്ടില്ല എന്ന്. 10 ലക്ഷം രൂപയല്ലേ വേണ്ടുള്ളൂ. അതൊന്നുമല്ല ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടേ. നാളെ ട്രെയിനിങ് ഉണ്ട്, അതാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ആര്യം പറയാണ്. കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം, അല്ലാണ്ട് ഞാൻ എങ്ങനെ ട്രാവൽസ് തുടങ്ങും, ഞാൻ എങ്ങനെ പണക്കാരനാവും, ഞാൻ എങ്ങനെ മുതലാളിയാവും എന്നും കുറിച്ചൊന്നും ആലോചിക്കണ്ടെന്ന് ആര്യൻ മിത്രയോട് പറയാം. അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കണ്ട, 5 മണിക്ക് എഴുന്നേൽക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് നേരത്തെ കിടന്നു എന്നൊക്കെ പറഞ്ഞ് ആര്യൻ അങ്ങനെ മിത്രയോട് പറഞ്ഞ് ആര്യൻ കിടന്നുറങ്ങും. പക്ഷെ മിത്ര ഉറങ്ങില്ല കേട്ടോ. മിത്ര ഇങ്ങനെ ആലോചിക്കാം, എങ്ങനെ ആര്യന് പണം ഉണ്ടാക്കാം, അതിനെങ്ങനെ ട്രാവൽസ് തുടങ്ങാം എന്നൊക്കെ ആലോചിച്ച് ഇരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരണേ. പിന്നെ നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്, അത് നമ്മുടെ തമിഴിലൊരു ഭാഗമുണ്ട്, അത് മലയാളത്തിൽ ഉടനെ തന്നെ വരുമെന്നാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഞാൻ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. നമ്മുടെ മനസ്സൊന്ന് മാറാനും, പഴയ ദേവിയുടെ മനസ്സൊക്കെ ഒന്ന് മാറാനും, പഴയ പോലെ കളിച്ച് ചിരിച്ച് നടക്കാനും വേണ്ടി എല്ലാവരും നിർബന്ധിച്ച് നമ്മൾ ഗോമതി സ്റ്റോറിലേക്ക് വിടുകയാണ് നമ്മുടെ ദേവീനെ. എല്ലാവരും കൂടി ദേവി പോവുക, നമ്മുടെ ഗോമതി സ്റ്റോറിലേക്ക് ദേവി പോവുക. അവിടെ പോയി നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി നല്ല സന്തോഷമായിട്ട് പഴയ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ടാണ് അവൾ ഇരിക്കുന്നത്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ഗോമതി സ്റ്റോറിലേക്ക് ഉദയഭാനു കയറി വന്നത്. മകളെ, ഗോമതി സ്റ്റോറിൽ വന്നിരുന്നോ? ബാലൻ്റെ കസേരയിൽ ഇരുത്തി. ഇത് ഒരവസരമായിട്ട് കണ്ടെത്തി നീ ഈ കട നിൻ്റെ പേരിലേക്ക് എഴുതിയെടുക്കണം. നിൻ്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാനാണ് ബാലനെ ഇവിടെ കൊണ്ട് ഇരുത്തിയേക്കണേന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ് ഉദയഭാനു മകളെ പറയുക. അന്നേരം പറയാം, അച്ഛൻ ഇതൊന്നും പറയാനാണ് ഇങ്ങോട്ട് വന്നെങ്കിൽ ഞാൻ നല്ല അച്ഛനാണെന്നൊന്നും ഓർക്കില്ലാത്തോ, നല്ല പൊട്ടിക്കാൻ പറ്റിയ കൂട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാം, എന്നാൽ ഒരു കാര്യം ചെയ്യുക, ആ മേശ ഒന്ന് തുറന്ന് എനിക്കൊരു 1000 രൂപ താ. ഇതിൽ നിന്ന് 1000 രൂപയൊന്നും എടുക്കില്ല. ഇത് ബാലച്ചൻ ലോൺ എടുത്തേക്കണെയാണ്. ഓരോന്നും കൂട്ടി യോജിപ്പിച്ച് കിട്ടിയത് തികയില്ലയോ എന്നൊക്കെ ഓർത്ത് കണക്ക് കൂട്ടി വെച്ചേക്കണതാണ്. ഇത് ഓരോന്ന് വിറ്റിട്ട് വേണം ഇനി അടുത്തത് വാങ്ങിക്കാൻ. എടുക്കില്ല, അതൊന്നും തരില്ല എന്ന് പറയും. അപ്പോഴത്തേക്കാണ് ഒരാൾ കയറി വരുന്നത് പഞ്ചസാര വാങ്ങാൻ. അപ്പോൾ തരില്ല എന്നൊക്കെ പറഞ്ഞ് ദേവി നിന്നപ്പോൾ ഒരു കസ്റ്റമർ വന്ന് 1 കിലോ പഞ്ചസാര എന്നേന്ന് പറഞ്ഞു. അപ്പോൾ ദേവി പഞ്ചസാര എടുക്കാൻ പോയ സമയത്തേക്കും ഉദയഭാനു ഇതാണ് നല്ല കാര്യമായി പോയില്ലേ, അവൾ പഞ്ചസാര എടുക്കാൻ പോയില്ല. 1000 ആണോ? അന്നത്തെ ഉച്ചവരെയുള്ള എല്ലാ പൈസ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. 1000 അല്ല, 2000 അല്ല, 3000 അല്ല, കച്ചവടം നടന്ന പൈസ എല്ലാം ഉദയഭാനു എടുത്ത് വാരിക്കൊണ്ട് പോയി. അപ്പോഴാണ് നമ്മുടെ ആനന്ദ് കയറി തന്നെ. ആനന്ദേട്ടൻ വന്നോ എന്ന് ചോദിച്ച് ദേവി പറയുമ്പോഴത്തേക്കും ആനന്ദ് ചൂടാവുക. നീ വേഗം പഞ്ചസാര കൊടുക്കുക എന്ന് പറയുക. അപ്പോൾ എന്താ എന്നെ ചൂടാവണമെന്ന് ചോദിക്കുമ്പോൾ, നീ മേശയിലേക്ക് നോക്ക്, മേശ കാലിയല്ലേന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ കിടന്ന പൈസ എന്ത്? ഇതെല്ലാം അപ്പോൾ പറഞ്ഞു, അച്ഛനും മോളും കൂടെ കള്ളക്കളി കളിച്ച് ഉള്ള പൈസ മൊത്തം വാരിക്കൊണ്ട് പോയി എന്ന് പറയും. അപ്പോൾ പറയണത്, ഇല്ല, ഞാൻ അതിന് കൂട്ട് നിന്നിട്ടില്ല. ഞാൻ എൻ്റെ വീട് പോലെയാണ് ഞാൻ ഇത് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് പറയുകയാണ് ദേവി. പക്ഷേ അവനത് വിശ്വസിക്കാൻ പറ്റില്ല. നീ അത് കള്ളം പറയണയാ. ഇല്ല, എൻ്റെ വീട് പോലെയും എൻ്റെ കൂടപ്പിറപ്പ് പോലെയാണ് ഞാനിവിടെ കാണുന്നത്.
എൻ്റെ കടയാണ്, എൻ്റെ മനസ്സ് മാറാൻ വേണ്ടിയാണ് എന്നെ അമ്മയും അനിയത്തിമാരും കൂടെ ഇവിടെ വിട്ടേക്കണതെന്നൊക്കെ പറഞ്ഞ് ദേവി പറയുന്നുണ്ട്. പക്ഷേ ആനന്ദ് അതൊന്നും വിശ്വസിക്കണില്ല. ആനന്ദ് നല്ല ചൂടാവുക. അത് കഴിഞ്ഞിട്ട് നീ ഇറങ്ങിപ്പോക്കോ, നീ മേലെ ഇവിടെ കയറരുത്, അതാണ് ഇതാണൊക്കെ ദേവിയോട് ആനന്ദ് പറയണ്ടേ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇല്ല, എന്നെ വിശ്വസിക്കണം, ഞാൻ ഇത്ര നാളും എൻ്റെ അച്ഛനും അമ്മയും പറയണമായിരുന്നു ഞാൻ കേട്ടത്. പക്ഷെ അവരുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി, എൻ്റെ കൊച്ചു വരെ നഷ്ടപ്പെട്ടു പോയി, ഇനി ഇതാണ് എൻ്റെ ലോകം എന്നൊക്കെ ദേവി പറയുന്നുണ്ട്. ആനന്ദ് അതൊന്നും വിശ്വസിക്കണമൊന്നുമില്ല. എന്നിട്ട് ആനന്ദ് അങ്ങോട്ട് ഇറങ്ങിപ്പോവും. ആനന്ദ് അങ്ങനെ ഇറങ്ങിപ്പോയി അമ്പലത്തിൻ്റെ നടയിലേക്ക്. ചുമ്മാ അങ്ങോട്ട് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകുമ്പോഴാണ് അവിടെ ഒരു പെണ്ണിനെ കാണുക. അപ്പോൾ പെട്ടെന്ന് ചോദിക്കുക, അഞ്ജിതയല്ലേ എന്ന്. അപ്പോൾ അതെ ആനന്ദല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ ഒന്നിച്ച് പഠിച്ച ക്ലാസ്മേറ്റാണ്. പണ്ടത്തെ അവർ സ്നേഹിച്ചതാണ്. പക്ഷേ അഞ്ജിതേനെ വേറെ കല്യാണം കഴിച്ചു വിട്ടു. ഇവൻ കല്യാണം കഴിക്കാൻ തുടങ്ങിയപ്പം നമ്മുടെ അച്ഛൻ സമ്മതിച്ചില്ല. അങ്ങനെ ഇവർ വർത്തമാനമൊക്കെ പറയുകയാണ്. എന്താ ചെയ്യണേന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ചെറിയ ഓഫീസിൽ ജോലിക്ക് പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. മക്കളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, 1.5 വർഷമായുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറയും. അപ്പോൾ ഹസ്ബൻഡ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഗൾഫിലാന്ന് പറയും. പിന്നെ അവൾ പറയുന്നുണ്ട്, അപ്പോൾ ആനന്ദിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, സുന്ദരിയാട്ടോ ഭാര്യ, ഞാൻ കണ്ടിരുന്നു, ഫോട്ടോ ഒക്കെ കണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് അപ്പോഴാണ് ആ വഴി ഒരു കൂട്ടുകാരൻ വന്നത്, ബിബിൻ. അപ്പോൾ അറിയുമോ എന്ന് ചോദിക്കും ആനന്ദിനോട്. അപ്പോൾ അറിയും, നമ്മൾ ഒന്നിച്ച് പഠിച്ചതല്ലേ ഡിഗ്രിക്ക് എന്ന് ചോദിക്കുമ്പോൾ അതാണ്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ കാര്യം ഞാൻ എപ്പോഴും എൻ്റെ ഭാര്യയോട് പറയാറുണ്ട്. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രേമിച്ച് നടന്നതല്ലേ നിങ്ങൾ ഇപ്പോഴും സന്തോഷമായി എനിക്ക്, നിങ്ങളിപ്പോഴും ഒന്നിച്ച് ജീവിക്കണ്ടല്ലോ സന്തോഷമായിട്ട്. കോളേജിൽ സാറുമാരും ടീച്ചർമാരും ഒക്കെ വേറെ ആൾക്കാർ ലൈൻ അടിച്ചാൽ പോലും ടീച്ചർമാരും സാറുമാരും പറയുമ്പോൾ തന്നെ ബ്രേക്കപ്പായി പോകും. പക്ഷെ നിങ്ങളിപ്പോഴും ഒന്നിച്ചാലോ ജീവിക്കണേ എന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ അത്തേക്ക് ആനന്ദ് ചോദിക്കും, എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെയാണ്, നമ്മൾ ഒന്നിച്ചാൽ ജീവിക്കണേന്ന് ഉള്ള ചിന്തയാണെന്നൊക്കെ വിളിക്കുമ്പോൾ അപ്പോഴാണ് ആനന്ദ് ചോദിക്കണത്, അഞ്ജിത ഹസ്ബൻഡ് എവിടെ, കുട്ടികളെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കുട്ടികളായില്ല, 1.5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷേ ഹസ്ബൻഡ് ഗൾഫിലാണ്, ഡൈവോഴ്സ് ആയില്ല. പുള്ളിക്ക് ഗൾഫിലുള്ള ആയതുകൊണ്ട് അച്ഛനും അമ്മയും പറഞ്ഞപ്പോൾ വേഗം കല്യാണം കഴിച്ചു. ആലോചിക്കാതെയും ചിന്തിക്കാതെയൊക്കെ കല്യാണം കഴിച്ച കാരണം ഗൾഫിൽ പുള്ളിക്ക് വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. അത് കാരണം ഞാനിപ്പോൾ നാട്ടിലാണ്, അമ്മയുടെയും അച്ഛൻ്റെയും കൂടെയാണ്. ഞാനൊരു ചെറിയ ഒരു ഓഫീസിൽ പോകുന്നുണ്ട്. ഇതൊക്കെ പറയുക. അപ്പോൾ പറയുന്നുണ്ട്, അമ്മയുടെയും അച്ഛൻ്റെയും സന്തോഷത്തിന് വേണ്ടി താലിയും സിന്ദൂരമൊക്കെ അണിയണു എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞ് നിർത്തുകയാണ്. ഇതാണ് നമ്മൾ നാളെ സാന്ത്വനത്തിൽ കാണാൻ പോകുന്ന ഭാഗങ്ങൾ. ഇതാണ് കാണേണ്ടത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഗുഡ് നൈറ്റ്.